യുവത്വത്തിൻ്റെ സഞ്ചാര സ്വപ്നങ്ങൾ മോട്ടോർ സൈക്കിളിൽ സജീവമാകുന്നതിന് മുൻപ് ഇവ നിരത്തുകളിലെ രാജാക്കന്മാരായിരുന്നു. ചേതക്, ലാംബി, കെൽവിനേറ്റർ, LML വെസ്പ. പഴയ രാജാക്കന്മാരെല്ലാം ഒരിടത്ത് എത്തിച്ചേർന്നു, മാക്കാങ്കുന്ന് സെന്റ് സ്റ്റീഫൻസ് കത്തീഡ്രൽ മൈതാനത്ത്. ആവേശകരമായ 2 സ്ട്രോക്ക് കൂട്ടായ്മയിൽ കോയമ്പത്തൂരിൽ നിന്നുവരെ ആളെത്തി. അടുത്ത തലമുറയ്ക്ക് ഈ വാഹനത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഈ സ്കൂട്ടർ കൊണ്ടുള്ള ഉദ്ദേശം. അതുകൊണ്ട് നമ്മുടെ പൈതൃക വാഹനങ്ങൾ സംരക്ഷിക്കപ്പെടണം. യൂറോപ്പിൽ, അമേരിക്കയിൽ ഒക്കെ ഇതുപോലെയുള്ള പൈതൃക വാഹനങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, കോയമ്പത്തൂരിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്നൊക്കെ തന്നെ വണ്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. വിൻറ്റേജ് ക്ലാസിക് സ്കൂട്ടർ ക്ലബിൻ്റെ 9ാമത് സംഗമമായിരുന്നു. 35 വർഷമായി ഒരേ സ്കൂട്ടർ ഉപയോഗിക്കുന്നവരും കമ്പം കയറി അടുത്തിടെ ഇഷ്ടവാഹനം സ്വന്തമാക്കിയവരും തങ്ങളുടെ സ്വത്തുക്കളുമായി പ്രദർശനത്തിലെത്തി. ഞാൻ ഇപ്പോൾ 1 വർഷമായതേ ഉള്ളൂ എടുത്തിട്ട്. ഇറക്കാറുണ്ട്. 95 മോഡലാണ് വണ്ടി എടുത്തിട്ട് ഇപ്പോൾ 1 വർഷമായി. അതിനോട് വലിയ താല്പര്യമായിരുന്നു, അതുകൊണ്ട് എടുത്തതാണ്. വീട്ടിൽ നേരത്തെ പഴയൊരു വണ്ടി ഉണ്ടായിരുന്നു, അത് പിന്നെ കിട്ടാനില്ലാത്തതുകൊണ്ടാണ് പിന്നെ ഈ വണ്ടിയിലേക്ക് മാറി. പളവള തിളങ്ങുന്ന നിറങ്ങളും ഇടിവെട്ട് ശബ്ദവുമായി എത്തിയ പൂർവ്വകാല ഹീറോസിനെ കാണാൻ ആരാധകരും ഏറെയുണ്ടായി. കുറേ വർഷമായിട്ട് 10-15 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി തന്നെയാണ്. അച്ഛനായിട്ട് ഉപയോഗിച്ചിരുന്നു, പിന്നെ ഞാൻ ഉപയോഗിക്കുന്നു. പ്രോഗ്രാം അടിപൊളി, എല്ലാ കൊല്ലം മീറ്റപ്പിന് പങ്കെടുക്കുന്നുണ്ട്. പോക്കറ്റിന്റെ കനം നോക്കാതെ ഇഷ്ടങ്ങൾക്ക് പിന്നാലെ പായുന്നവരുടെ കൂട്ടായ്മ കൂടിയാണ് വിൻറ്റേജ് ക്ലാസിക് സ്കൂട്ടർ ക്ലബ്ബ്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. CK അഭിലാൽ തത്സമയം നമുക്കിപ്പം ചേരുന്നു. അഭിലാൽ, ഗുഡ് മോർണിംഗ്. അങ്ങനെ വിൻറ്റേജ് കാറുകൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അവരൊക്കെ വിൻറ്റേജ് കാറുകൾ വാങ്ങി കൂട്ടാൻ ശ്രമിക്കുന്ന മനുഷ്യരുണ്ട്. ഇഷ്ടം കൊണ്ട് മാത്രം ചില പ്രദർശനങ്ങൾ കാണാനായി വളരെ ദൂരെ യാത്ര ചെയ്ത് പോകുന്നവരുണ്ട്. അക്കൂട്ടത്തിൽ നിന്നും വ്യത്യസ്തരാണ് ഇരുചക്ര വാഹനങ്ങൾ മാത്രം ഇഷ്ടപ്പെടുന്നവരുടെ ഒരു കൂട്ടായ്മ, അല്ലേ? എത്രത്തോളം രസകരമായിരുന്നു അത്? വാഹനക്കമ്പത്തിന് പ്രത്യേകിച്ച് പ്രായമോ കാലമോ ഒന്നും തന്നെ ബാധകമല്ല. 80കളിലും 90കളിലും എന്ന് പറയുമ്പോൾ മോട്ടോർ സൈക്കിളുകൾ അത്ര പ്രചാരണത്തിലേക്ക് ആയി വരുന്ന ഒരു സമയമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഇരുചക്ര വാഹനം ഉപയോഗിച്ചത് സ്കൂട്ടറുകളായിരുന്നു. അതിൽ തന്നെ ബജാജ്, ചേതക്, LML വെസ്പ, ലാംബി എന്നിവയാണ് പ്രചാരത്തിലുണ്ടായിരുന്നത്. അതിൽ തന്നെ 130 വാഹനങ്ങൾ പ്രദർശനത്തിനായി പത്തനംതിട്ടയിൽ അണിനിരന്നു. കോയമ്പത്തൂരിൽ നിന്നുള്ള ഒരു പ്രതിനിധി ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്നും ഏറെ ദൂരെ നിന്ന് എത്തിയ ആൾ വയനാട് സ്വദേശിയായിട്ടുള്ള ഒരു യുവാവാണ്. മറ്റൊന്ന് മൂവാറ്റുപുഴ സ്വദേശികളായ സലീമും ഭാര്യ സീനത്തും. ഇരുവരും 25 വർഷക്കാലമായി ഒരേ വാഹനമാണ് ഉപയോഗിക്കുന്നത്. ആ വാഹനത്തിൽ അവർ നിരന്തരം യാത്രകൾ ചെയ്യുന്നവരാണ്. ഒരിക്കൽ മൂവാറ്റുപുഴയിൽ നിന്ന് 416 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ഇരുവരും ധനുഷ്കോടിയിലെത്തി ഒറ്റ ദിവസം കൊണ്ട്. മറ്റൊരവസരത്തിൽ മൂന്നാറിന് യാത്ര പോയി. ഇനി അവരൊരു പുതിയ യാത്രയ്ക്കുള്ള ഒരുക്കത്തിലാണ്. വാഹനങ്ങൾ പുതിയത് പലത് വാങ്ങാം ഉള്ള സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ പോലും പഴയതിനോടൊരു വല്ലാത്ത കമ്പം അവരും വെച്ച് പുലർത്തുന്നുണ്ട്. വന്നു ചേർന്നവരിലൊക്കെ തന്നെ നല്ലൊരു ശതമാനം ആളുകളും വാഹനത്തിൻ്റെ പെർഫോമൻസ്, ഇന്ധനക്ഷമത എന്നിവയെക്കുറിച്ച് ഓരോരുത്തരോടും ചോദിച്ച് മനസ്സിലാക്കുന്നതും കാണാമായിരുന്നു. ചുരുക്കത്തിൽ 9ാമത്തെ വർഷം എത്തുമ്പോൾ ഈ പ്രദർശനത്തിൽ മുൻ വർഷങ്ങളെക്കാൾ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കാൻ സാധിച്ചു. വരും വർഷങ്ങളിൽ ഓരോ വർഷം കഴിയുന്തോറും പടിപടിയായി പങ്കെടുക്കുന്ന ഇനി അങ്ങോട്ട് എല്ലാ വർഷവും ഇതുപോലെ മികച്ച പങ്കാളിത്തം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുക കൂടിയാണ്.